ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വിറ്റ്സർലാൻഡിൽ പുതുവത്സര ആഘോഷത്തിനിടെ റിസോർട്ടിൽ വൻ സ്ഫോടനം. 20-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് സൂചന. 100-ലധികം പേർക്ക് പരിക്കേറ്റു. ക്രാൻസ് മൊണ്ടാനയിലെ സ്വിസ് സ്കീ റിസോർട്ടിലെ ബാറിലാണ് പ്രാദേശിക സമയം പുലർച്ചെ 1:30 സ്ഫോടനമുണ്ടായത്. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് സൂചന. കൊല്ലപ്പെട്ടവരിൽ ചിലർ മറ്റ് രാജ്യക്കാരാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രദേശത്തെ ആശുപത്രിയുടെ ICU നിറഞ്ഞുവെന്നും പരിക്കേറ്റവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുകയാണ് എന്നും ആണ് റിപ്പോർട്ടുകൾ. പുതുവർഷം പിറന്നതിന്റെ ആഘോഷങ്ങൾ തുടരവെയായിരുന്നു സ്ഫോടനം. 100-ലേറെ പേർ കൂടി നിന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന് പിന്നാലെ തീ പടരുകയായിരുന്നു. അതേസമയം ആക്രമണമല്ല, തീപിടുത്തമാണ് സ്ഫോടനത്തിന് കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആഡംബര റിസോർട്ടുകൾ ഏറെയുള്ള മേഖലയാണ് ക്രാൻസ് മൊണ്ടാന. ആൽപ്സ് പർവ്വതനിരയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. സ്വിറ്റ്സർലാൻഡിലെ തെക്ക് പടിഞ്ഞാറ് ഫ്രഞ്ച് സംസാരിക്കുന്നവർ താമസിക്കുന്ന കാൻഡർ വലൈസിയാണ് ക്രാൻ മൊണ്ടാന സ്ഥിതി ചെയ്യുന്നത്. പ്രമുഖ അവധിക്കാല ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഇവിടം. പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വസതിക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന വാദത്തിന് തെളിവായി തകർന്ന ഡ്രോണിന്റെ ദൃശ്യം പുറത്തുവിട്ട് റഷ്യ. ഉക്രൈനാണ് ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യൻ ആരോപണം. മഞ്ഞ് നിറഞ്ഞ സ്ഥലത്ത് തകർന്ന നിലയിലുള്ള ഡ്രോണിന്റെ ദൃശ്യമാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടത്. പുടിന്റെ വടക്കൻ റഷ്യയിലുള്ള വസതിയിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്നായിരുന്നു വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവിന്റെ ആരോപണം. റഷ്യ ഉക്രൈൻ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ തുടരവെയായിരുന്നു സംഭവം. 91 ഡ്രോണുകൾ പുടിന്റെ വീട് ലക്ഷ്യമിട്ട് അയച്ചെന്നും ഡ്രോണുകളെല്ലാം തകർത്തെന്നും ലാവ്റോവ് പറഞ്ഞിരുന്നു. ഫ്ലോറിഡയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും തമ്മിൽ ചർച്ച കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് റഷ്യ ഡ്രോൺ ആക്രമണ വിഷയം ഉയർത്തിയത്. പ്രസിഡന്റിന്റെ വസതിക്ക് നേരെ ആക്രമണം നടത്തിയ സ്ഥിതിക്ക് സമാധാന ചർച്ചകളിലെ റഷ്യയുടെ നിലപാട് പുനഃപരിശോധിക്കുമെന്ന് ലാവ്റോവ് പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണത്തിന് തെളിവുണ്ടെന്ന് പറഞ്ഞ് ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ന്യൂയോർക്ക് നഗരത്തിന്റെ പുതിയ മേധാവിയായി അധികാരമേറ്റ് 34 വയസ്സുകാരനായ സൊഹ്റാൻ മംദാനി. മാൻഹാട്ടനിലെ ആദ്യത്തെ സബ്വേ സ്റ്റേഷനുകളിലൊന്നായ പ്രശസ്തമായ ഓൾഡ് സിറ്റി ഹാൾ സ്റ്റേഷനിലായിരുന്നു സത്യപ്രതിജ്ഞ. ഖുറാനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താണ് മംദാനി മേയറായി അധികാരമേറ്റത്. ഇതോടെ US-ലെ ഏറ്റവും വലിയ നഗരത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറായി ഇന്ത്യൻ വംശജനായ മംദാനി. ന്യൂയോർക്കിന്റെ ആദ്യ സൗത്ത് ഏഷ്യൻ മേയർ എന്ന റെക്കോർഡും മംദാനിക്കാണ്. ന്യൂയോർക്ക് കുടിയേറ്റക്കാരാൽ നിർമ്മിതമാണെന്നും ഇനിയൊരു കുടിയേറ്റക്കാരൻ തന്നെ ന്യൂയോർക്കിനെ നയിക്കുമെന്നും മംദാനി പറഞ്ഞു. വാടക വർധന മരവിപ്പിക്കൽ, സൗജന്യ നഗര ബസ് സർവീസ്, സൗജന്യ ശിശുപരിപാലനം തുടങ്ങി ജീവിത ചെലവുകൾ കുറയ്ക്കുന്ന മംദാനിയുടെ ജനപ്രിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ചലച്ചിത്ര പ്രവർത്തക മീര നയ്യാരുടെയും ആക്ടിവിസ്റ്റ് മഹ്മൂദ് മംദാനിയുടെയും മകനാണ് സൊഹ്റാൻ മംദാനി. 1991 ഉഗാണ്ടയിലെ കമ്പാലയിലാണ് ജനിച്ചത്. മംദാനിക്ക് 7 വയസ്സുള്ളപ്പോൾ കുടുംബം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറുകയായിരുന്നു. 2018 അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു. തുടർന്ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തിച്ച മംദാനി 2020 ക്വീൻസിലെ സംസ്ഥാന അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തായ്വാന് ചുറ്റും ചൈന നടത്തുന്ന വൻ സൈനികാഭ്യാസം മേഖലയിലെ സമാധാനം തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ജപ്പാൻ. ചൈനയുടെ ഈ നടപടി വലിയ തോതിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നുവെന്ന് ജപ്പാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു. ജപ്പാന് പുറമെ ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും ചൈനയുടെ നീക്കത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തായ്വാൻ പ്രശ്നം ചർച്ചകളിലൂടെ സമാധാനപരമായി പരിഹരിക്കണമെന്നാണ് ജപ്പാന്റെ നിലപാട്. കഴിഞ്ഞ 2 ദിവസമായി തായ്വാന് തൊട്ടടുത്തുള്ള കടൽ മേഖലയിൽ ചൈന മിസൈലുകൾ തൊടുക്കുകയും യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം അതിർത്തിക്ക് സമീപം നടക്കുന്ന ഇത്തരം സൈനിക നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് ജപ്പാൻ നിരീക്ഷിക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സൈനികാഭ്യാസത്തെ അത്ര ഗൗരവമായി കാണുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളത് എന്നും അദ്ദേഹം തായ്വാനെ ആക്രമിക്കുമെന്ന് കരുതുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഏത് സാഹചര്യവും നേരിടാൻ തായ്വാൻ സൈന്യം സുസജ്ജമായി തന്നെ അതിർത്തിയിൽ തുടരുകയാണ്. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് പ്രതിഷേധക്കാർ സർക്കാർ കെട്ടിടങ്ങൾക്ക് തീയിട്ടു. പടിഞ്ഞാറൻ ഇറാനിലെ അസദാബാദിലാണ് സൈനിക കേന്ദ്രമെന്ന് കരുതപ്പെടുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. പ്രക്ഷോഭകാരികളെ തുരത്താൻ സുരക്ഷാ സേന കണ്ണീർ വാതകവും വെടിവെപ്പ് നടത്തിയതായും ഇതിനിടെ ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. നാട് കടത്തപ്പെട്ട മുൻ രാജകുമാരൻ റസ പല്ലവിയെ പിന്തുണച്ചും നിലവിലെ ഭരണകൂടത്തിനെതിരെയുമാണ് ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത്. സർവകലാശാല വിദ്യാർത്ഥികളും കച്ചവടക്കാരും സമരത്തിൽ പങ്കുചേർന്നതോടെ പലയിടത്തും ജനജീവിതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സാധനങ്ങളുടെ അമിതമായ വിലക്കയറ്റവും രാജ്യത്തെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതുമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. അതേസമയം തെക്കൻ പ്രവിശ്യയിൽ പ്രതിഷേധക്കാർ സർക്കാർ ഓഫീസുകൾ കയ്യേറാൻ ശ്രമിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കനത്ത സുരക്ഷാ നിയന്ത്രണങ്ങൾക്കിടയിലും തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാട്ടം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാനിലെ ജനങ്ങൾ.